ഹായ് ഫ്രണ്ട്സ്. മാസത്തിലൊരിക്കൽ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് പ്രൊഡക്ട്സ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താറുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കട്ട്ലറി ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടല്ല. ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ കീപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഞാനൊരു ട്രേ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായിരുന്ന ഒരു ട്രേ ആയിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇത് എനിക്ക് നല്ല യൂസ് ആയിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഈ കാണുന്ന ഷെൽഫിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്ഥലം മാറി കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് കേക്ക് ടിന്നാണ് കേട്ടോ. കഴിഞ്ഞ തവണ വെക്കേഷന് ഞാൻ യു എയിൽ പോയപ്പോൾ ഞാൻ എൻ്റെ കേക്ക് ടിന്ന് അവിടെ മറന്നു വെക്കുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ അടുത്തുള്ളത് ഒരു കുഞ്ഞ് കേക്ക് ടിന്ന് തന്നെയായിരുന്നു. ഇവിടെ നാട്ടിൽ ഒരു വലിയ കേക്ക് ടിന്ന്, അതായത് അലുമിനിയത്തിൻ്റെ സാധാരണ ഒരു കേക്ക് ടിന്ന് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഇത്തിരി വലുതായിരുന്നു. എനിക്കിത്തിരി കുഞ്ഞ് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കുഞ്ഞ് കേക്ക് ടിന്നിൻ്റെ അത്യാവശ്യമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ ഒരു കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു വട്ടം കേക്കൊക്കെ ഉണ്ടാക്കി നോക്കി, നല്ല ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മാറ്റാണ് കേട്ടോ. ഈ ഒരു മാറ്റിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ തീരെ പോരാ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാണ് ഉണ്ടായത്. എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കാരണം കണ്ടില്ലേ, അതിലുള്ള ആ ത്രെഡ് ഇങ്ങനെ നമുക്ക് പറിച്ച് പറിച്ച് എടുക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. 1-2 വാഷിന് ശേഷം നമുക്കിത് തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാണ് കേട്ടോ ഉണ്ടായത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കാസറോളാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നിങ്ങളെല്ലാവരും തന്നെ അധികവും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇത് ഇത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാസറോളാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ കാണാനായിട്ടും നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേർത്തി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം വളരെ കുറവാണ് കേട്ടോ ഇതിന് റേറ്റ് ഉള്ളത്. 250 റുപ്പീസിനാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് 280 ഒക്കെ ആവുന്നുണ്ട്. ചിലത് 300 എബോവ് ആയിട്ടും കാണിക്കുന്നുണ്ട് ചില സമയത്ത്. പക്ഷേ ഈ ഒരു 250 റുപ്പീസിന് നമുക്കിത് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ സ്പ്രേയർ ആണ് കേട്ടോ. ഇത് ഗ്ലാസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി വൈസും നല്ല അടിപൊളി തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ച് കനം കുറവാണ് കേട്ടോ. സാധാരണ നമ്മുടെ ആ ഒരു ഓയിൽ ഡിസ്പെൻസർ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അത്രയും കട്ടിയില്ല. ഇത് ഇത്തിരി കനം കുറവാണ്. എന്നാലും ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതിലോട്ട് സ്പ്രേ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളം ഇതിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിന് കൂടെ തന്നെ ഞാൻ വേറൊരു രീതിയിലുള്ള സ്പ്രേയറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്പ്രേ കുറച്ച് പോരാത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ക്വാളിറ്റി ഇതാണ് കേട്ടോ ഗുഡായിട്ട് തോന്നിയത്. അത് കുറച്ചുകൂടി പരന്നിട്ടാണ് കേട്ടോ സ്പ്രേ വരുന്നത്. ഇത് ഇങ്ങനെ കുത്തനെയാണ് പോകുന്നത്. അതാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2 ഓയിൽ സ്പ്രേയറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. എനിക്ക് രണ്ടിൻ്റെയും ക്വാളിറ്റി അറിയണമായിരുന്നു. അപ്പോൾ ഏതാണ് ബെറ്റർ അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2 ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഓയിൽ സ്പ്രേയർ ആണ് കേട്ടോ. ഈ ഒരു ഓയിൽ സ്പ്രേയർ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഫ്രീ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, അതുകൂടി 2 എണ്ണം ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഓയിൽ ഡിസ്പെൻസർ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരിയും കൂടി ഒരു വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ ഇതിൻ്റെ ഒരു പിടി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിന് ഇതുപോലെ അസംബിൾ ചെയ്ത് വെക്കാനൊക്കെ വളരെ ഈസി തന്നെയാണ് കേട്ടോ. പക്ഷെ അതായിരുന്നു ഇത്തിരിയും കൂടി ഈസി. ഇതിൽ ഈ ഒരു വാഷർ വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ വാഷർ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ട്രോ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ മൂടി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇത് അസംബിൾ ചെയ്യാനായിട്ട്, വളരെ എളുപ്പമാണ്.
അതുപോലെ തന്നെ ഇതിന് 2 in 1 ആയിട്ട് യൂസ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ടും കഴിയും ട്ടോ. പക്ഷെ ഇതിന്റെ ഈ ഒരു പിടി ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ ഹാൻഡിൽ എനിക്ക് അത്ര അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയില്ല. കുറച്ചും കൂടി ഒന്ന് ബലമുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു ട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു സ്പ്രെയർ ഇതുപോലെ നന്നായിട്ട് പരന്ന് സ്പ്രേ വാട്ടർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിത് അത്ര ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത്. കാരണം കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് താങ്ങാൻ പറ്റുന്ന അത്രത്തോളം ആ ഹാൻഡിലിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ടിഷ്യൂ പേപ്പേഴ്സിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരണമെന്നുള്ളൂ. ഞാനിത് വാങ്ങിക്കാൻ നേരത്ത് 2-3 തരത്തിൽ ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കിയത് കൊണ്ട് തന്നെ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതുപോലുള്ള 4 പീസസ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടിഷ്യൂ പേപ്പർ എന്ന് പറയുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് 100 ടിഷ്യൂ പേപ്പേഴ്സ് ഓരോ ബോക്സിന്റെ അകത്തും ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ക്വാളിറ്റി വരുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഒറ്റ ഒരു ബോക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് കഴിയുമല്ലോ. ഓരോരോ ബോക്സ് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ അത് ഇങ്ങനെ നമുക്കൊന്നിങ്ങനെ കറക്കി എടുക്കാനൊക്കെ കഴിയും കേട്ടോ. പക്ഷെ താഴത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്കി എടുക്കാനായിട്ട് കഴിയില്ല. ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ കറക്കി എടുക്കാൻ കഴിയില്ല. അതല്ലാത്ത പക്ഷം നമുക്കിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കറക്കി എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ യൂസ് ഒന്നും നമുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 3 സ്പാച്ചുലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കളർ പറയാനാണെങ്കിലും അതുപോലെ ക്വാളിറ്റി പറയാനാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ശരിക്കും ഈ ഒരു പ്രൈസിന് ഇത് വേർത്തിയാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സിലിക്കോൺ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വളയും ഒക്കെ ചെയ്യും. നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള സ്പാച്ചിലായിരിക്കും കേട്ടോ ബെറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ വന്നിട്ടുള്ളത് വുഡൻ ആണ് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും അടിപൊളി തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നത് 2 നൈഫാണ് കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഫ്ലോറൽ നൈഫില്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും കാണലുണ്ട് കേട്ടോ ഈ ഒരു നൈഫ്. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതിന് കൈമുറിയാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് അവർ പാക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളത്. എന്തായാലും ഞാനിത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൈഫായിരിക്കുമെന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നൈഫാണ്. മേലെ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് പെയിൻറ്റ് ഇളകി പോരുമോ എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാനായിട്ടുണ്ടായത്. അപ്പോൾ എനിക്കെന്തോ അതങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കുറച്ച് കാലമായിട്ട് ഞാൻ നോക്കിയിട്ട് നടക്കണ്ടായിരുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഇതും ഗ്ലാസിൻ്റെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടു എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പാക്കിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കറക്റ്റ് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് പിന്നെ ഇതുപോലെയുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വീണ്ടും അവർ റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഇത് തന്നയച്ച് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടൊരു കുലുക്കം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ പൊട്ടിപ്പോയോ എന്ന്. പക്ഷെ അതല്ല കേട്ടോ, അതിൽ ഒരു ലാബിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ക്ലിക്കായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡാമേജ് ഒന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത് 1600 മില്ലിയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ടത്രയും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ധാരാളം മതിയാവും കേട്ടോ. അത്യാവശ്യം വലിയൊരു ട്രേ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു മന്തിൽ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക്